ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കക്കയിറച്ചീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു കക്ക നമുക്ക് ചെറിയ കക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളിതിനെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസിലുള്ള സവോള, 4 പച്ചമുളക്, കുരുമുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, 1 സ്പൂൺ മീറ്റ് മസാല, പെരിഞ്ജീരകം പൊടിച്ചത് 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായി റോസ്റ്റായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കക്കയിറച്ചിയിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് നമുക്ക് ഈ ഒരു കക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നോക്കിയതിന് ശേഷം എരിവിനനുസരിച്ച് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കക്കയിറച്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കക്ക നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വേവിക്കാനുള്ളതൊന്നുമില്ല. ഈ മസാലയൊക്കെ ഈ കക്കയിറച്ചിയിൽ നന്നായിട്ടൊന്ന് സെറ്റായി വന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നമ്മൾ ലോ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കക്ക കിട്ടുന്ന എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഈ ഒരു ചോറിനൊപ്പം ഈ ഒരു കക്ക റോസ്റ്റ് മാത്രം മതിയാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. താങ്ക്